മോഹൻലാലിൻ്റെ ഒരു ഒറ്റ സിനിമ പറഞ്ഞ അതേതായിരിക്കും? ഞാൻ ഏത് തരം സിനിമകൾ ചെയ്യേണ്ട ആളാണ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞ സിനിമയാണ്. ഇതുപോലെ മോഹൻലാൽ ഗുണ്ടയാകാൻ തീരുമാനിച്ച പോലെ, അല്ലെങ്കിൽ മമ്മൂട്ടി കെട്ട് കഴിഞ്ഞാൽ മമ്മൂട്ടി അങ്ങനെ വളരെ റിലാക്സ്ഡ് ആകുന്നില്ല. മമ്മൂട്ടി അത് എക്സ്പ്രസ് ചെയ്യത്തില്ല. അതിൻ്റെ ഭാരവും എക്സ്പ്രസ് ചെയ്യാറില്ല, അതിൻ്റെ റിലീഫും എക്സ്പ്രസ് ചെയ്യാറില്ല. ഇതൊന്നുമല്ല, മോഹൻലാൽ കട്ടും ഷാർട്ടും കെട്ടിൻ്റെ ഇടയിൽ മാത്രം അഭിനയിക്കുന്ന ആളെന്ന് കൃത്യമായിട്ട് പറയാം. അതിനു മുമ്പ് എത്ര ഇമോഷണലായിട്ടുള്ള സീനാണ് അയാൾ ചെയ്യുന്നതെങ്കിലും അതിന് തൊട്ട് മുമ്പ് അയാൾ ഏതെങ്കിലും ഒരു ലൈറ്റ് ബോയുടെ ഒരു തമാശ പറഞ്ഞ് അവിടെ ഒരു ചിരിന്നായിരിക്കും പെട്ടെന്ന് ഇതിലേക്ക് വരും. അങ്ങനെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും അയാൾ. ലോഹിത് സാറിൻ്റെ 10-17 സിനിമ, 16-17 സിനിമ സാർ ചെയ്തിട്ടുണ്ട് നിങ്ങൾ രണ്ടുപേരും അല്ലേ? ദ ബെസ്റ്റ് സിനിമകൾ വന്നത് അവിടെ ഒന്നുമാണ്. ഒറ്റ സിനിമ പറഞ്ഞാൽ ലോഹിത് സാറായിട്ടുള്ള ഒറ്റ സിനിമ അതേതായിരിക്കും? ഒന്നേ പറയാൻ പാടുള്ളൂ. അത് തനിയാവർത്തനമായിരിക്കും. ആണല്ലേ? തനിയാവർത്തനം ഈ പറയുന്ന പോലെ ഞാനെന്ന സംവിധായകൻ്റെ ദിശ തീരുമാനിക്കപ്പെട്ട സിനിമയാണ്. ഞാൻ ഏത് തരം സിനിമകൾ ചെയ്യേണ്ട ആളാണ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞ സിനിമയാണ്. ഇതുപോലെ മോഹൻലാൽ ഗുണ്ടയാകാൻ തീരുമാനിച്ച പോലെ, അല്ലെങ്കിൽ മമ്മൂട്ടി ഭ്രാന്തര എനിക്കിനി അതാണ് എൻ്റെ ഏരിയ എന്ന് എനിക്ക് മനസ്സിലായി. അവിടെ ഞാൻ ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ചെയ്തപ്പോഴാണ് ഇത് എൻ്റെ ഏരിയ ആണെന്നുള്ളത് ഞാൻ തിരിച്ചറിയുന്നത്. കാരണം അത് എനിക്ക് നന്നായിട്ടത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് വന്നു. പലപ്പോഴും അങ്ങനത്തെ ചോദ്യങ്ങൾ എൻ്റെ അടുത്ത് വരാറുള്ളത് എങ്ങനെയാണ് മനുഷ്യ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഈ ഇമോഷനെ പുറത്ത് കൊണ്ടുവരുന്നതെന്ന് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. ഞാൻ അപ്പോഴും പറയാറുണ്ട് എനിക്കറിയില്ല, ഇറ്റ് ഹാപ്പൻസ്. പക്ഷേ അതേറ്റവും നന്നായിട്ട് ആൾക്കാരുടെ ഉള്ളിൽ കയറുന്നുണ്ടെന്നുള്ളത് ശരിയാണ്. അതെങ്ങനെയാണ് എന്നറിയത്തില്ല. എനിക്കൊരു പക്ഷേ എന്നെ അത് ബാധിക്കുന്നതുകൊണ്ടായിരിക്കും, എന്നെ ബാധിച്ചതാണ് എനിക്ക് അങ്ങോട്ട് തിരിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. ഇത്തരത്തിൽ മമ്മൂട്ടിയുടെ പെർഫോമൻസ് കഴിഞ്ഞപ്പം അമ്മ വിഷം കൊടുക്കുന്ന ആ സീനുകളൊക്കെ നമുക്ക് സിനിമയാണെങ്കിലും നമ്മൾ പിന്നെയും കാണുമ്പോൾ വേദനിക്കും. ഈ കട്ട് കഴിഞ്ഞിട്ട് അവരുടെ ഒരു പ്രോസസ്സ് എന്താ? കാരണം അവർ അത്രയും ഹെവിയായ സീനാണല്ലോ ഇമോട്ട് ചെയ്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പം മമ്മൂക്കയാണെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ളൊരു മൊമെൻ്റ് എന്തായിരിക്കും? കെട്ട് കഴിഞ്ഞാൽ മമ്മൂട്ടി അങ്ങനെ വളരെ റിലാക്സ്ഡ് ആകുന്നില്ല. മമ്മൂട്ടി അത് എക്സ്പ്രസ് ചെയ്യത്തില്ല. അതിൻ്റെ ഭാരവും എക്സ്പ്രസ് ചെയ്യാറില്ല, അതിൻ്റെ റിലീഫും എക്സ്പ്രസ് ചെയ്യാറില്ല. ഇതൊന്നുമല്ല, മോഹൻലാൽ കട്ടും ഷാർട്ടും കെട്ടിൻ്റെ ഇടയിൽ മാത്രം അഭിനയിക്കുന്ന ആളെന്ന് കൃത്യമായിട്ട് പറയാം. അതിനു മുമ്പ് എത്ര ഇമോഷണലായിട്ടുള്ള സീനാണ് അയാൾ ചെയ്യുന്നതെങ്കിലും അതിന് തൊട്ട് മുമ്പ് അയാൾ ഏതെങ്കിലും ഒരു ലൈറ്റ് ബോയുടെ ഒരു തമാശ പറഞ്ഞ് അവിടെ ഒരു ചിരിന്നായിരിക്കും പെട്ടെന്ന് ഇതിലേക്ക് വരും. അങ്ങനെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും അയാൾക്ക്. അത് അയാൾക്ക് മാത്രമേ പറ്റി ഞാൻ കണ്ടിട്ടുള്ളൂ. അത് ഡബ് ചെയ്യുമ്പോൾ പോലും ഞാൻ ഡബ്ബിങ് തിയേറ്ററിൽ ഞാൻ കൺസോളിൽ ഇരിക്കുമ്പോൾ അവിടെ എൻ്റെ അസിസ്റ്റൻസ് ആയിരിക്കും സ്ക്രിപ്റ്റൊക്കെ കൊടുത്തോട്ട് നിൽക്കുന്നത്. അപ്പോൾ ഒരു ഷോട്ട് വന്നു, ഇയാൾ ഡബ് ചെയ്ത് ഭയങ്കര ഇമോഷണൽ സീനായിരിക്കാം, ഡയലോഗായിരിക്കാം പറഞ്ഞേക്കുന്നത്. കട്ട് ചെയ്ത് ഞാൻ ഓക്കെ എന്ന് ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ അവർ ചിരിയാണ് നിൽക്കുന്നത്. ഈ അസിസ്റ്റൻസിൻ്റെ ഒക്കെ കൂടെ ചിരിയാണ്. അതെന്തോ തമാശ പറഞ്ഞാണല്ലോ അവരോട്. ഇതുമായിട്ടൊരു ബന്ധമില്ലാത്ത അത്ര ഡിറ്റാച്ച്ഡ് ആകാൻ പെട്ടെന്ന് അയാൾക്ക് കഴിയുന്നുണ്ട്. അതെല്ലാവർക്കും കഴിയുന്ന കാര്യമല്ല. പ്രേക്ഷകർ പാവങ്ങൾ അത് കണ്ട് പിന്നെയും കഴിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഈ സതയത്തിലെ ആ കുട്ടികളെ കൊന്നിട്ട് ഏറ്റവും ഇളയ കുട്ടിയെയും കൊന്നു കഴിഞ്ഞ് ആള് കട്ട് പറഞ്ഞപ്പോഴും ഇതേ മോഹൻലാലായിരുന്നു സെറ്റിൽ. അത് തന്നെ ലാലിന് ആ രീതിയിൽ നമ്മളെ ഞെട്ടിക്കുന്നതാണ്. ആ സിനിമ ഞാൻ അതിൻ്റെ കൂടെ ചിലപ്പോൾ പോകും. അതിനകത്തല്ല, ഞാൻ എൻ്റെ ഈ എടുപ്പിൻ്റെ പുറകെ അല്ലെങ്കിൽ ഞാൻ ആ ഇമോഷൻ്റെ പുറകെ സഞ്ചരിക്കാറുണ്ട്. ഈ പർട്ടിക്കുലർ സതയത്തിലെ ആ സീൻ എന്ന് പറയുന്നത് ഒരു പക്ഷേ ഞാൻ കൃത്യമായിട്ടൊരു ഓർഡറിൽ ചെയ്ത്, സാധാരണ എല്ലാ സീനും നമ്മൾ ഓർഡർ ചെയ്യാറില്ല. പക്ഷേ ഈ സീനിൻ്റെ ഒരു പ്രത്യേകം ചില 4 രാത്രികൾ കൊണ്ടാണ് ഷൂട്ട് ചെയ്തത്. അതങ്ങനെ അതിൻ്റെ ഒരു ഗ്രാഫ് അങ്ങനെ ഒന്നിൽ നിന്ന് തുടങ്ങിയത് അതിങ്ങനെ വികസിച്ച് വന്ന് എവിടെ എത്തുക എന്നുള്ളതാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ കഥാപാത്രങ്ങളുടെ മാനസികമായ ഒരു വളർച്ചയുണ്ട്. ഈ ഒരു തുടങ്ങുമ്പോഴുള്ള സത്യനാഥൻ എൻ്റെ മനസ്സല്ല അത് തീരുമ്പോഴുണ്ടാകുന്നു. അയാളാദ്യം പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്തൊരു വണ്ടി വരുന്നു, പെൺകുട്ടികളും മറ്റേ കുട്ടി പോകുന്നു, മറ്റേ സ്ത്രീകൾ പുറത്തേക്ക് കാറിൽ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ തൊട്ടാണ് അയാൾ അത് വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. ഈ കുഴപ്പം ഇയാളുടെ കയ്യിൽ നിന്ന് പോകാൻ തുടങ്ങിയത്. അത് ആ വളർച്ച അങ്ങനെ തന്നെ ഞാൻ ഷൂട്ട് ചെയ്തത്. അത് ആക്ടേഴ്സിനും എനിക്കും സൗകര്യം, എനിക്കും അതിൻ്റെ കൂട്ടത്തിൽ സഞ്ചരിക്കണം. ഞാനും അപ്പോഴേ എൻ്റെ ഷോട്ടുകളിലേക്ക്
ആ സീനിൻ്റെ ഒരു കോറിയോഗ്രാഫിയിലേക്ക് എത്തത്തുള്ളൂ. അവരും അങ്ങനെ എത്തണം, അവരും എൻ്റെ കൂടെ വളരണം. പ്രത്യേകിച്ച് സത്യനാഥൻ, മോഹൻലാലിൻ്റെ അത് ആവശ്യമുണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് സത്യനാഥനെ വളർത്തിയെടുക്കണം, അയാളുടെ ഉന്മാദത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തിക്കണം. അങ്ങനെ തന്നെയാണ് ഞാനത് ചെയ്തത് 4 രാത്രികൾ കൊണ്ടാണ്. പക്ഷേ ഇത് ലാലങ്ങനെ അതിനകത്തൊരു ടെൻഷനും കാണിക്കാറൊന്നുമില്ല. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യം, ഈ കുട്ടിയെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട്, കുട്ടിയെ ഇങ്ങനെ നിർത്തിയിട്ട് ഇയാൾ പറയുന്നുണ്ട് പേടിക്കണം നമ്മൾ എന്ന് പറയുമ്പോൾ ഇയാളുടെ കണ്ണിൽ ഭയങ്കര ഗ്ലിറ്ററിങ് കണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് ആരാ ഗ്ലിസറിൻ കൊടുത്തു ലാലിന്? അപ്പോൾ ലാലു എൻ്റെ അപ്പം മേക്കപ്പ് ഫസ്റ്റോ ഇല്ല, കൊടുത്തില്ല. ലാലു പറഞ്ഞില്ല ഞാൻ ഗ്ലിസറിൻ ഇട്ടിട്ടില്ല എന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായി. കാരണം പിന്നീട് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇത്ര ഉന്മാദാവസ്ഥയിലേക്ക് പോകുന്നവരുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു നനവുണ്ടാകുന്നു. അത് ഇയാൾക്ക് സംഭവിക്കുന്നുണ്ട്, ഇയാൾ അറിഞ്ഞിട്ടല്ല. അപ്പോൾ അതൊരു എന്താണ്, അയാളൊരു സാധാരണ നടനല്ല. സത്യം. സതയം കണ്ടിട്ടേ എം ടി സാറായിട്ടുള്ളൊരു ഒറ്റപ്പടമായിരുന്നല്ലോ, അതൊരു പടമായിരുന്നു. സതയം കണ്ടിട്ട് എം ടി സാർ എന്താ പറഞ്ഞത്? എം ടി സാറ് ഞാൻ എന്താണെന്നറിയാം, ഈ അമിതമായ ഉത്കണ്ഠയോടുകൂടി, ആരാധനയോടുകൂടി, ബഹുമാനത്തോടുകൂടി, ഭയത്തോടുകൂടി ചെയ്ത സിനിമയാണ്. കാരണം എം ടി സാറിൻ്റെ ഒരു സ്ക്രിപ്റ്റ് കയ്യിൽ കിട്ടിയാൽ അതിനെ വലിയ സംവിധായകരെല്ലാം ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തെ വെച്ചിട്ട്. എൻ്റെ തലമുറയിൽപ്പെട്ട ഒരാൾ ഞാൻ മാത്രമാണ്. അപ്പം അങ്ങനെ ഒരു അവസരം മുമ്പിലേക്ക് വരുമ്പോൾ അത് കുഴപ്പമുണ്ടാക്കരുത്, അതാണ് എൻ്റെ ടെൻഷൻ. അല്ല നന്നാക്കുക എന്നുള്ളതല്ല, ഇത് കുഴപ്പമായി തീരരുത്, ചീത്തവിളി കിട്ടരുത്, ഇയാൾ ചെയ്ത് നശിപ്പിച്ചു എന്ന് പറയരുത്, സേഫായിട്ട് അപ്പുറത്ത് ചാടിക്കിടന്നാൽ മതി എന്നേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളല്ല, അത് ഭയങ്കര മികച്ച എം ടി സാറിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ മുകളിൽ ഞാൻ എന്തായെന്ന് പറയാനല്ല, ഒരു സേഫ് വാക്ക് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. എം ടി സാറ് ലൊക്കേഷനിൽ വരും, കോഴിക്കോട് ഷൂട്ട് ചെയ്യുമ്പോൾ അവിടെ തന്നെയാണുള്ളത്. ഇദ്ദേഹം വന്നിരിക്കുന്ന സമയം എനിക്ക് ഭയങ്കര ടെൻഷനാണ്. കാരണം ഞാൻ അങ്ങേരെ എഴുതിയതൊക്കെ ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇത് മണ്ടത്തരമാണോ, അങ്ങേർക്ക് ദേഷ്യം വരുമോ, അങ്ങേര് ഉദ്ദേശിക്കുന്നതാണോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പിന്നെ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. അങ്ങേരൊന്ന് പോയാൽ മതിയായിരുന്നു. കാരണം ഇത് പുള്ളി എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതിനെ മനസ്സിലാക്കുന്നത്, കാണുന്നത്, ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ. പക്ഷേ പുള്ളി ഒന്നും ഉണ്ടല്ലോ പറയുന്നത്, ഇരുന്നിട്ട് പുള്ളി കുറച്ച് കഴിയുമ്പോൾ അങ്ങ് പോകത്തേ ഉള്ളൂ, ഒന്നും പറയത്തൊന്നുമില്ല. അപ്പം ഷൂട്ട് ചെയ്ത്, പക്ഷേ നമ്മളിതിനകത്തോട്ട് ഇറങ്ങിക്കഴിയുമ്പം നമ്മൾ അങ്ങോട്ട് വല്ലാതെ ഇൻവോൾവ് ആയിട്ട് ചില പരിപാടികൾ ചെയ്യും. അത് സ്ക്രിപ്റ്റിൽ ഇല്ലാത്ത ചില കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ അതിനകത്തെ ആ കഥ ഒരു നോൺ ലീനിയർ സ്വഭാവത്തിലുള്ളതാണല്ലോ. ഫ്ലാഷ് ബാക്കുകളും 3-4 ക്യാരക്ടേഴ്സിൻ്റെ പെർസ്പെക്റ്റീവിലൂടെ കഥ പറഞ്ഞു പോകുന്നതാണ്. അത് ഞാൻ അതുവരെ ചെയ്യാത്തൊരു പാറ്റേൺ ഓഫ് സ്ക്രിപ്റ്റിങ്, ഒരു ലീനിയർ നറേഷൻ അല്ല. ഇതുവരെയൊക്കെ ചെയ്ത് നമ്മൾ അങ്ങനെയൊക്കെ ആയിരുന്നു, പക്ഷേ ഇത് അങ്ങനെയല്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ അത് കൊണ്ടുപോകാൻ വേണം. നമ്മൾ വളരെ ശ്രദ്ധ വേണം, നമ്മൾ കയ്യിൽ നിന്ന് പോകാൻ പാടില്ല. ആരാണ്, എപ്പോഴാണ്, ഏത് കാലഘട്ടമാണെന്നൊക്കെ കൊണ്ടുപോകണമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ട്രാൻസിഷനൊക്കെ വേണ്ടി ഞാൻ ചില പരിപാടികളൊക്കെ ചെയ്തു, അതൊക്കെ വർക്കായി. പക്ഷേ ഈ കുട്ടികളെ കൊല്ലുന്ന സീനിലേക്ക് വന്ന് എഴുതി സ്ക്രിപ്റ്റിൻ്റെ ഒരു ഘട്ടം, ആ സീനിൻ്റെ അവസാനങ്ങളിൽ വന്നപ്പോഴത്തേക്ക് ഞാൻ കയറി ചില കടന്നു കൈകൾ പ്രയോഗിച്ചു. ഈ കുട്ടികളെ കൊന്ന കത്തിയുടെ അതൊരു പാലറ്റ് പെയിൻറ്റിങ് നൈഫാണത്. ആ നൈഫ് പിന്നീട് ഇയാളെ ഇതിൻ്റെ മുഖത്തേക്ക് വരയ്ക്കുന്ന കൂട്ടത്തിൽ ഞാൻ ഈ ലളിത ചേച്ചിയുടെ, വാസന്തിയുടെ, മാധുവിൻ്റെ മുഖങ്ങളിലൂടെ പകുതി ഇവിടെ വരച്ചു തുടങ്ങിയാൽ ഇവരുടെ ഷോട്ടിൽ കൂടെ അത് കട്ട് ചെയ്യും. അതിങ്ങനെ ചെയ്തൊരു അത് ഇയാളുടെ ദേഷ്യം മുഴുവൻ ആ വരച്ച ചിത്രത്തിൽ അയാൾ പ്രകടിപ്പിക്കുകയാണ്. ഇയാളുടെ മനസ്സിലപ്പോൾ ഈ മുഖങ്ങളാണ് ഉള്ളത് എന്നുള്ള എൻ്റെ ഒരു പെർസെപ്ഷനാണ്. അത് ഞാൻ വായിച്ചെടുക്കുന്നത്. എം ടി സാദ് എഴുതിയെന്നോ അദ്ദേഹം അത് ചിന്തിച്ചോ എന്ന് എനിക്കറിയില്ല. അവിടെയാണ് ഒരു സംവിധായകൻ ഒരു തിരക്കഥയുടെ മുകളിൽ കയറാൻ ഉള്ള ചില സാധ്യതകളുള്ളത്. അല്ലെങ്കിൽ നമ്മൾ അതിനൊരു നമ്മുടേതായിട്ടുള്ളൊരു നറേറ്റീവിലേക്ക്, പെർസ്പെക്റ്റീവിലേക്ക് അതിനെ കൊണ്ടുവരുന്നുണ്ട്. ആ സ്വാതന്ത്ര്യമുണ്ട് സംവിധായകനെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെ പലപ്പോഴും ചെയ്തിട്ടുമുണ്ട്. എല്ലായ്പ്പോഴും അല്ല, നമുക്കറിയാം. അതിന് മുകളിൽ ചെയ്തുകൊണ്ടേയിരിക്കണം. എഴുത്തുകാരൻ്റെ മുകളിൽ നമ്മൾ അതിനെ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അതൊരു പരാജയമായി മാറും. നമ്മളെപ്പോഴും അതിൻ്റെ ഒപ്പം മാത്രമല്ല, അതിന് മുകളിൽ നിൽക്കണമെന്ന് ചിന്തിക്കും. എപ്പോഴും അങ്ങനെയാണ്. എനിക്ക് അത്തരം വെല്ലുവിളികളെ ഇഷ്ടമാണ്. കാരണം അങ്ങനെ എന്നെ പ്രൊവോക്ക് ചെയ്യുന്നതിൻ്റെ മുകളിൽ ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് അത്തരം എഴുത്തുകൾ തന്നെയാണ്. അത് ലോഹി എന്നെ പ്രകോപിപ്പിക്കാറുണ്ട്. എം ടി സാറും അത് ചെയ്തിട്ടുണ്ട്.
അവിടെ ആ സമയത്താണ് എൻ്റെ ബെസ്റ്റ് ഔട്ട്കം വരാൻ പോണത്. ഇതിനകത്ത് അത് ചെയ്തൊക്കെ ചെയ്യുമ്പോൾ ഞാൻ അതിനെപ്പറ്റി ഒന്നും ചിന്തിച്ചില്ല. എൻ്റെ അപ്പോഴത്തെ ഇൻസ്റ്റിങ്ക്റ്റിൽ ഞാനത് ചെയ്ത്. പക്ഷേ എഡിറ്റിംഗ് ടേബിളിൽ വന്നു എഡിറ്റ് ചെയ്തപ്പോൾ എനിക്കത് ഓക്കെയാണ്. പക്ഷെ എൻ്റെ പ്രശ്നം ഇത് MD സാർ ഇത് അക്സെപ്റ്റ് ചെയ്യുമോ, ഞാനത് ഉദ്ദേശിച്ച് എന്തിനാണ് സ്ത്രീകളുടെ മുഖത്ത് ചോര വെച്ചത് എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ പെട്ടുപോകും. അപ്പോൾ എനിക്ക് സേഫ്റ്റി ഉണ്ട്. ആ സാറെങ്ങാനും പറഞ്ഞത് കണ്ടിട്ട് വേണ്ട, അത് വേണ്ട, മറ്റു തന്നെ മതി എന്ന് പറഞ്ഞ് പെയിൻറ്റിങ് മാത്രം മതി എന്ന് പറഞ്ഞാൽ എനിക്ക് തിരിച്ചിട്ടാൽ മതി. എന്നാലും അതൊരു പരാജയമുള്ള ഒരു ചോദ്യം. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ചുവന്ന മഷി വീഴാല്ല, ഉത്തരപ്പക്കടലാസിൽ ഒരു ചുവന്ന മഷി വീഴാണല്ലോ. അപ്പം ഇതിൻ്റെ ഒരു എഡിറ്റിംഗ് പൂർണ്ണമായിട്ട് എഡിറ്റിംഗ് കഴിഞ്ഞ് മ്യൂസിക്കൊക്കെ ചെയ്യുന്നതിന് മുമ്പത്തെ ഒരു ഫൈനൽ എഡിറ്റ് വേർഷൻ ഉണ്ട്. അപ്പോൾ MD സാർ അതൊന്ന് കാണാൻ വരണമെന്ന് എനിക്കുണ്ട്. കാരണം ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോഴും മാറ്റാം. അങ്ങനെ MD സാർ വന്നു, മദ്രാസിൽ അത് കാണും, ഒരു പ്രിവ്യൂ തിയേറ്ററിൽ കാണുക. ഞാൻ അദ്ദേഹത്തിൻ്റെ പുറയിലിരുന്ന കാണുന്നത്. അദ്ദേഹം എന്താണ് ഇതിൻ്റെ റിയാക്ഷൻസ് എന്ന് ഓരോ ഘട്ടത്തിൽ ഓരോ സീനിൽ ഒന്നും മിണ്ടുന്നില്ല. പടം കഴിഞ്ഞ് തീരുന്നതിന് മുമ്പ് ഞാൻ പുറത്തിറങ്ങി. ഈ സീനായപ്പോൾ ഞാൻ പുറത്ത് ചാടി ഇറങ്ങി. പുള്ളി ഇറങ്ങി വരാൻ വെയിറ്റ് ചെയ്യുക. അപ്പോൾ പുള്ളി ഇങ്ങനെ ഇറങ്ങി വന്ന് എന്താണ് പറയാൻ പോണി, എന്തോ അവിടെ കാണിച്ചു വെച്ചേക്കുന്നത് അങ്ങനെ ചോദിച്ചാൽ തീർന്നില്ലേ. അപ്പം ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞാനിങ്ങനെ പരീക്ഷയൊക്കെ എഴുതി റിസൾട്ട് അറിയാൻ നിൽക്കുമ്പോൾ പുള്ളി അടുത്തേക്ക് വന്നതിൻ്റെ തോളെ പുള്ളി ഒരു ബീഡി കത്തിച്ചു. എന്നിട്ട് അത്ര നേരം തിയേറ്ററിനകത്ത് വലിക്കാതിരിക്കുമ്പോൾ ആദ്യം പുള്ളി ഒരു ബീഡി കത്തിച്ച് ഇങ്ങനെ സൈഡിൽ വെച്ചിട്ട് എൻ്റെ തോളെ പിടിച്ചിട്ട് ഒരു ചിരി ചിരിച്ച് ഈ ചോടിയുടെ സൈഡിൽ ഈ കോണിലൊരു ചിരി വരും. അപ്പോഴാണ് ഞാനൊന്ന് റിലാക്സ്ഡ് ആയത്. ഞാൻ പരീക്ഷ പാസ്സായി, ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായില്ല. സദയം കണ്ടിട്ട് തിയേറ്റർ റെസ്പോൺസ് എന്തായിരുന്നു സർ? ഞാൻ ലോഹിയുടെ കമലതളത്തിലേക്ക് കയറുമ്പം സദയം റിലീസാകുന്നു. അപ്പം ഞങ്ങൾ ഒരുമിച്ച് ലാലും വേണിച്ചേട്ടനും ആനന്ദക്കുട്ടനും ഞാനും എല്ലാവരും കൂടെ ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. ഷൊർണൂരിൽ ഒരു വീടിനകത്താണ് ഞങ്ങൾ 5 പേര് താമസിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം ഷൂട്ടിംഗ് കഴിഞ്ഞ് വൈകുന്നേരം അന്ന് റിലീസായിട്ടുണ്ടെന്നറിയാം, വാർത്തകൾ എത്തുന്നില്ല. ഞങ്ങളുടെ ആ വീട്ടിലൊരു ഫോണുണ്ട് താമസിക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ലാലിന് ഫോൺ വന്നെന്ന് പറഞ്ഞ് ലാല് താഴേക്ക് പോയി. ലാല് താഴെ ഫോൺ എടുത്തിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ആൻ്റണിയെ വിളിച്ച് തൃശ്ശൂർ പടം കണ്ടു, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അപ്പോൾ കുഴപ്പമാണ്. ഈ സിനിമയിലെ ഭാഷയ്ക്ക് ചെറിയാണ്. റിലീസ് ചെയ്യുമ്പോൾ കുഴപ്പമില്ല എന്ന് കേട്ടാൽ കുഴപ്പമാണെന്നുള്ളതാണ്, അല്ലെങ്കിൽ നല്ലതെന്ന് പറയാമല്ലോ. അപ്പം നമ്മളൊന്ന് സമാനം കുഴപ്പമില്ല, ആൾക്കാർ കുഴപ്പമില്ല എന്നൊക്കെ പറയും. അപ്പം നമുക്ക് മനസ്സിലായി കുഴപ്പമായി. കാരണം ഫാൻസിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഫസ്റ്റ് ഡേ ഫാൻസിൻ്റെ റിപ്പോർട്ടാണല്ലോ ഈ വരാൻ വേണ്ടി ഇവരുടെ സൂപ്പർ താരങ്ങളെ പടങ്ങൾ. അപ്പം ഫാൻസ് അത്ര ഹാപ്പിയല്ല. കാരണം അവർ പ്രതീക്ഷിച്ച അവസാനം കൊല്ലപ്പെടുന്നു, തൂക്കിക്കൊന്നു, വെട്ടിയിലാക്കുന്ന ഒരാളെ അവരെ സന്തോഷിപ്പിക്കത്തില്ല. പലരും പ്രതീക്ഷിച്ച് ഇയാൾ ജയിലിൽ ചാടി കൊലക്കയറിന്ന് ചാടി പുറത്ത് വരും. അതിൻ്റെ അടുത്ത ഒരാളെ ഞങ്ങൾ വിചാരിച്ചത് കൊലക്കയറിന്ന് ഇയാൾ ചാടി പുറത്ത് വരും എന്നുള്ളതാണ്. അത്തരം ഒരു കാഴ്ച. അപ്പം അവരൊക്കെ നിരാശയായിട്ടുണ്ട്. അങ്ങനെയുള്ള ഫീഡ്ബാക്ക്സ് ഇപ്പം ആദ്യത്തെ പടത്തിൻ്റെ ഫീഡ്ബാക്ക് പോലെ തന്നെ കോമഡികളാണ് ഇതൊക്കെ. ആദ്യത്തെ പടത്തിൻ്റെ ഇതുപോലെ ഞാൻ ആ ഫസ്റ്റ് ഡേ തിയേറ്ററിൽ പോയത് മുത്തരകുന്നിന്. ഞാൻ പാലക്കാട് പ്രിയദർശിനി തിയേറ്ററിലാണ് പടം. ഞാൻ അന്ന് കോയമ്പത്തൂരാണ് താമസിക്കുന്നത്. അപ്പം പാലക്കാടാണ് അടുത്ത സ്ഥലം. പാലക്കാട് ഈ തിയേറ്ററിൽ ചെല്ലുമ്പോൾ നൂൺ ഷോ കഴിഞ്ഞു. പ്രിയ ചെറിയ തിയേറ്ററും പ്രിയദർശിനി വലിയ തിയേറ്ററും, അതിൻ്റെ തൊട്ടടുത്ത് അരോമ എന്ന് പറയുന്ന തിയേറ്ററുണ്ട്. അരോമയിൽ ഒരു നോക്ക് കാണാനെന്ന് പറയുന്ന മമ്മൂട്ടി ബേബി ശാലിനി ഡബിൾ റോൾ ചിത്രമാണ്. സാജൻ ഡയറക്ടർ. ഇപ്പുറത്ത് ജോഷി സാറിൻ്റെ ഒന്നിങ്ങി വന്നെങ്കിൽ മമ്മൂട്ടി, നദിയ മൈദു, ശങ്കർ. നദിയ മൈദു മറ്റേ പടം കഴിഞ്ഞ് ഭയങ്കര ഹിറ്റായിട്ട് നിൽക്കുന്നത്. അവിടെ ഭയങ്കര ആളാണ്. 2 സൂപ്പർ ഹിറ്റ് ഡയറക്ടേഴ്സ്, മമ്മൂട്ടി പോലെ ഒരു സ്റ്റാർ, ഭയങ്കര ആൾക്കൂട്ടം, പെണ്ണുങ്ങളും കുട്ടികളൊക്കെ കുടയും ചൂടി പോയി പെരുമഴയത്ത് ഈ 21-ാം തീയതിയാണല്ലോ, ഇന്നലെയാണല്ലോ. അങ്ങനെ ആൾക്കാർ. എൻ്റെ തിയേറ്റർ പ്രിയ തിയേറ്ററിൻ്റെ അവിടെ ഞാൻ മാത്രം നിൽപ്പുണ്ട്, അവിടെ ആരുമില്ല. ഒരു ക്യാൻറ്റീൻ ബോയ് ഉണ്ട്. ഞാൻ കുറേ നേരം നിൽക്കുമ്പോൾ ഇങ്ങനെ ഭയങ്കര ക്യൂ ആണ്. അത് ഇവിടെയിട്ട് ആരും കാണുന്നില്ല, ഇവിടുത്തെ കൗണ്ടറിലും ആളില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ചായ കുടിച്ചേക്കാം ചോദിച്ചു. ചായക്കടക്കാരൻ്റെ സൗഹൃദം ഒരു ചായയൊക്കെ പറഞ്ഞു. ഞാൻ ചോദിച്ചു ഈ പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ഇതൊരു കുസ്തി പടമാണ് സാർ, അപ്പുറത്ത് പോയി പടങ്ങൾ അത് രണ്ടും നല്ല പടമാണ്. എൻ്റെ ആദ്യത്തെ സിനിമയുടെ ആദ്യത്തെ ഫീഡ്ബാക്ക്.
തിയേറ്റർ റെസ്പോൺസ് എന്നൊക്കെ പറയുന്നത് ഇതാണ്. ഈ മോഹൻലാലിന് ഓഡിഷൻ ചെയ്തതിൽ സാർ ഉണ്ടായിരുന്നല്ലോ നവോദയയിൽ. അതിൽ മോഹൻലാലിന് ഏറ്റവും കുറവ് മാർക്ക് കൊടുത്ത ആൾ സാറാണ്. അത് മോഹൻലാൽ ഇടയ്ക്കിടയ്ക്ക് പറയും. ഇന്നലെയും പറഞ്ഞു. ആണല്ലേ? പക്ഷേ മോഹൻലാലിൻ്റെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസും അവാർഡും ഫസ്റ്റ് കൊടുത്തത് സാറാണ്. മോഹൻലാലിൻ്റെ എത്രയോ സിനിമകൾ, അതിൽ മുമ്പേ ഞാൻ ചോദിച്ച പോലെ അതൊരു മോശം ചോദ്യമാണ്, എന്നാലും ഞാൻ ചോദിക്കുക, മോഹൻലാലിൻ്റെ ഒരു ഒറ്റ സിനിമ പറഞ്ഞ അതേതായിരിക്കും? സതയാണ്. ഓക്കെ. എൻ്റെ ബെസ്റ്റ് സിനിമ ഇതുവരെ അതാണ്. ആണല്ലേ? അതല്ല ഏറ്റവും ബെസ്റ്റ് വരാനിരിക്കുന്നുണ്ട്. അല്ല, അങ്ങനെയല്ല ചിന്തിക്കണ്ടേ. അതെ, നമ്മളെ ഫസ്റ്റ് ചെയ്യുന്ന പിന്നെ വീട്ടിൽ പോയി. അതെ അതെ. പക്ഷെ ഇതുവരെ ചെയ്തതിൽ സാറിൻ്റെ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ അത് സതയായിരിക്കും. ആസ് എ ഡയറക്ടർ, ആസ് എ ഫിലിം മേക്കർ എൻ്റെ ഏറ്റവും നല്ല വർക്ക് അതാണ്. ദാറ്റ് വാസ് എ ചലഞ്ചിങ് സ്ക്രിപ്റ്റ്. അതുകൊണ്ടാണ് ആ സ്ക്രിപ്റ്റ് വളരെ ചലഞ്ചിങ് ആയതുകൊണ്ട് ഞാൻ നല്ല പണിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് അതിനകത്തുള്ള സാറ്റിസ്ഫാക്ഷൻ. ഈ സാറ് ചെയ്തതില്ലേ, ഇപ്പം ഈ പ്രണയ നായകന്മാരെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ഈ വിക്ടറും ബത്ലഹേമിലെ ഡെന്നിസും അതിപ്പോൾ എല്ലാവരും ഒരുപാട് ഇവരെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. രണ്ടും ഭയങ്കര രസമുള്ള ക്യാരക്ടേഴ്സാണല്ലോ. പ്രണയവർണ്ണങ്ങൾ സാർ ഏതൊരു ഡിഫറെൻറ്റ് സിനിമയായിരുന്നു. പക്ഷേ സമ്മർ ഇൻ ബത്ലഹേം പേഴ്സണലി എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്. കാരണം ഞാൻ സ്കൂൾ 7 എന്തോ പഠിക്കുമ്പോഴാണ് അതിൻ്റെ ഷൂട്ടിംഗ് മൂന്നാർ നടക്കുമ്പോൾ ഞാൻ സെറ്റിൽ വന്നിട്ടുണ്ട് അന്ന് ഷൂട്ടിംഗ് കാണാനൊക്കെ. മാട്ടുപ്പെട്ടിയിൽ ചെറുതിലെ വീട് മൂന്നാറാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ സിനിമ എന്ന് കാണുമ്പോഴും എനിക്ക് ആ ഓർമ്മ വരും. പിന്നെ ആ സിനിമ ഒരു സെലിബ്രേഷൻ ആയിരുന്നല്ലോ. അതിൽ രഞ്ജിത്തായിട്ടുള്ള അസോസിയേഷനാണ്. ആ സിനിമ നമുക്ക് കാണുമ്പം ഒരു ഈ പറയുന്നത് ഭയങ്കര സെലിബ്രേഷനാണ്, ഭയങ്കര രസമാണ്. ആ കുട്ടികളും കസിൻസ്, അത് പാട്ടുകൾ, മൊത്തത്തിൽ കളർഫുൾ സാധനം. പിന്നെ മഞ്ജുവാരുടെ കഥാപാത്രം, നിരഞ്ജൻ എന്നുള്ള മോഹൻലാലിൻ്റെ കഥാപാത്രം, അതുപോലെ ഈ കലാഭവൻ മണി, അവരുടെ ആ 3 പേരുടെ സൗഹൃദം, ഇതെല്ലാം കൊണ്ടും സിനിമ ഭയങ്കര രസമുള്ള സിനിമയാണ്. ആ സിനിമയെക്കുറിച്ച് ഓർക്കുമ്പോൾ സാറിന് മനസ്സിലൊരു മൊമെൻ്റ് എന്തായിരിക്കും? രഞ്ജിത്ത് ആ സമയത്ത് നടുവെട്ടി കിടക്കുകയാണ്. പിന്നെ രഞ്ജിത്ത് ഞാൻ അങ്ങോട്ട് വരുന്നില്ല, എനിക്ക് വയ്യ കിടക്കാൻ. ഞാൻ എങ്ങനെയെങ്കിലും ഇവിടെ വന്ന് ഞാൻ വേണമെങ്കിൽ ആംബുലൻസിൽ കൊണ്ടുവരാമെന്ന്. അങ്ങനെ രഞ്ജിത്തിനെ അവിടെ കൊണ്ടുവന്ന് രഞ്ജിത്ത് ആദ്യത്തെ കുറേ ദിവസങ്ങളിൽ ഈ തടിപ്പലകയിൽ കട്ടിലിൽ മെത്തയൊക്കെ മാറ്റിയിട്ട് അതേ കിടന്നാണ് എഴുതിക്കൊണ്ടിരുന്നത്. പക്ഷേ അത് കഴിഞ്ഞ് പതുക്കെ നേരെയായി. ഇപ്പോഴൊന്നും നിരഞ്ജനില്ല, നിരഞ്ജനൊക്കെ പിന്നെ നിരഞ്ജൻ ഷൂട്ടിങ്ങിൻ്റെ ഒരു പകുതി ആയപ്പോഴാണ് രഞ്ജിത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം കയറി വരുന്നുള്ളതെന്ന് പറഞ്ഞു. അത് അവിടെ വെച്ച് എഴുതിക്കൊണ്ടിരിക്കുകയല്ലോ, അതുകൊണ്ടാണ്. പിന്നെ പക്ഷേ മെയിൻ ഷെഡ്യൂൾ കഴിഞ്ഞിട്ടോ ഇവിടെ ഫാം ഹൗസ് ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് വന്നത്, മാട്ടുപ്പെട്ടി വന്നത്. അത് ഈ ചാണകക്കുഴി വീഴുന്നൊക്കെ ശരിക്കും ചാണകക്കുഴിയായിരുന്നു? ഇല്ല. അതെന്താ സാധനം? അത് കുഴിക്കകം കഴിയാതെ പൊങ്ങി വരുന്നല്ലേ കാണിക്കും. അതെ, പക്ഷെ ദേഹത്തൊക്കെ ഉണ്ടല്ലോ. അധികം മൈലാഞ്ചി അതൊക്കെ അരച്ചിടുന്നതാന്ന് തോന്നുന്നു. ആ സിനിമ കാണുമ്പോൾ ചെറുപ്പം തൊട്ടുള്ള ഈ സംശയമാണ്, അത് ചാണകക്കുഴിയാണോ ആണോ. നവോദയയിലൊരു സൗഹൃദമൊക്കെ ഉണ്ടല്ലോ. അപ്പം ജിജോ എന്നൊരു വ്യക്തി ഇപ്പോഴും സിനിമ ചെയ്തിരുന്നെങ്കിൽ എന്തൊക്കെ അത്ഭുതം ഉണ്ടായെന്ന് ആലോചിക്കാറുണ്ട്. ഒരുപാട് അത്ഭുതങ്ങളുണ്ടാവും. ശരിക്കും മലയാള സിനിമയ്ക്ക് സംഭവിച്ച വലിയ നഷ്ടങ്ങളാണ് പുള്ളി ചെയ്യാതിരിക്കുന്ന ഓരോ സിനിമകളും. കാരണം പുള്ളി അതൊരു വേറെ ഒരു ജീനിയസാണ്. എനിക്കറിയാം, എൻ്റെ ഗുരുവാണത്. എനിക്ക് സിനിമയിലൊരു ഗുരു ഉണ്ടെങ്കിൽ അദ്ദേഹം മാത്രമാണത്. ഞാൻ സിനിമ പഠിച്ച അദ്ദേഹം എന്നെക്കാൾ ഒരു വയസ്സിനിടയതാണ്, ഒരേ സ്കൂളിൽ പഠിച്ച. പക്ഷേ ഞങ്ങളമ്മ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു പരിചയമില്ല. ഇദ്ദേഹത്തെ അറിയാം എനിക്ക്, കാരണം അദ്ദേഹം അങ്ങനെ ഈ ഒരു ഫാമിലിയിലെ ആളാണെന്നുള്ള അറിയാം. എന്നെ അദ്ദേഹത്തിന് അറിയാമോ ഇല്ലയോ ഒന്നും അറിയത്തില്ല. ഞാൻ അവിടെ ചെന്ന ശേഷമാണ് ഞാൻ ഇന്ന വീട്ടിലെ ആളാണെന്ന് ഇന്ന ഫാമിലി എന്നൊക്കെ അറിയുന്നത്. അങ്ങനെ ഒരേ പള്ളിയിലൊക്കെ പോകുന്ന ആൾക്കാരൊക്കെയാണ്. പക്ഷേ പുള്ളിയിൽ നിന്നാണ് ഞാൻ സിനിമ പഠിച്ചത്. പുള്ളി ഫുൾ ടൈം ഇതിനകത്താണ്. പുള്ളിയുടെ അപാര ഒരു ജീനിയസാണ് പുള്ളി. അപ്പോൾ പുള്ളിയോടാണ് ഞാൻ എൻ്റെ സംശയങ്ങൾ ചോദിക്കുന്നതും പഠിക്കുന്നതും. പടയോട്ടം എത്തിയപ്പോഴത്തേക്കും പുള്ളി എന്നെ എനിക്കൊരു ട്രെയിനിങ് കൂടിയായിരുന്നു. എൻ്റെ അടുത്ത് ചില സമയത്തൊക്കെ ഈ സീനൊന്ന് ഡിവൈഡ് ചെയ്ത് വരാനൊക്കെ പറയും. ഞാൻ തലയും കുത്തി കിടന്ന് ആലോചിച്ചതൊക്കെ വലിയ സീനുകളൊക്കെ ആയിരിക്കും. വലിയ കൊട്ടാരത്തിൻ്റെ മുമ്പിൽ രാജാവും പടയാളികളും മന്ത്രിമാരൊക്കെ ഇരിക്കുന്ന വലിയ സീനുകളൊക്കെ ഉണ്ട്. അതൊക്കെ തരും. ഞാനത് കഷ്ടപ്പെട്ടതൊക്കെ ഡിവൈഡ് ചെയ്ത് ചെല്ലുമ്പോൾ പുള്ളി എന്നെ പറയും, ഇതെന്തിനാണ് ഈ ഷോട്ട്? ഇതൊരു അറിയാതൊരു പഠിപ്പിക്കൽ നടക്കുന്നുണ്ട്. ചിലതൊക്കെ പുള്ളി എടുക്കും, ബാക്കിയൊക്കെ പുള്ളിയുടെ ഇതിലേക്ക് കൊണ്ടുവരും. അപ്പോഴാണ് ഞാനിങ്ങനെ അതിൻ്റെ ബേസിക് സാധനങ്ങളൊക്കെ. അതിപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് മദ്രാസിൽ താമസിക്കുമ്പോഴും അതൊരു ലേണിംഗ്. അവിടെ എഡിറ്റിംഗ് റൂമുണ്ട്. എഡിറ്റിംഗ് ടേബിളിൽ നിന്ന് പല കാര്യങ്ങൾ സംശയങ്ങൾ ചോദിക്കും. ഈവൻ ഭക്ഷണം കഴിക്കുമ്പോൾ പോലും ഇരുന്നിട്ട് ഇതിൻ്റെ ബേസിക് കാര്യങ്ങൾ ഞങ്ങൾ തമ്മിൽ ഡിസ്കസ് പുള്ളി പറഞ്ഞു തരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അതാണ് എൻ്റെ അടിത്തറ. അത് ഭയങ്കര സ്ട്രോങ് ഒരു അടിത്തറയാണത്. അപ്പം പുള്ളി തന്നെയാണ് എൻ്റെ ഗുരു എന്ന് ഞാൻ പിന്നെ ഫാസിലിൻ്റെ കൂടെയും പ്രിയൻ്റെ കൂടെയും ഒക്കെ വർക്ക് ചെയ്തെങ്കിൽ പോലും
എൻ്റെ അടിസ്ഥാനം അവിടെയാണ്. അപ്പോൾ ഞാൻ ജിജോയോട് പറഞ്ഞു, ജിജോ ഒരു വലിയ പ്രോജക്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു ആലോചനയുണ്ട്. അപ്പം നമ്മൾ അതിനകത്ത് ഒരു ചുണ്ടൻവള്ളത്തിൻ്റെ പശ്ചാത്തലത്തിലൊരു വലിയ പടമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അതിനകത്ത് ഞാനായിരിക്കും അസോസിയേറ്റ് ഡയറക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞു, സിബി എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ വെയിറ്റ് ചെയ്യാണ്, നിങ്ങൾ അയാളെ ഔട്ടാക്കി എങ്ങനെ ശരിയാകുന്നെന്ന് ചോദിച്ചു. അപ്പോൾ ഞാനങ്ങ് വരത്തില്ല, ഇങ്ങനെ യാത്ര അയപ്പിനൊന്നും ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞു. പുള്ളി വന്നില്ല. പുള്ളി ഇത്ര നല്ല എന്ത് ചെയ്യായിരുന്നു? പുള്ളി വായന അങ്ങനെ. ഇടയ്ക്ക് സിനിമ ചെയ്യാൻ നിങ്ങൾ കൺവിൻസ് ചെയ്തതൊന്നുമില്ല? പുള്ളിയെ നമുക്കൊന്നും കൺവിൻസ് ചെയ്യാൻ പറ്റത്തില്ല. പുള്ളിക്ക് നമ്മൾ കൺവിൻസ് ചെയ്യേണ്ട ആളല്ല പുള്ളി. മണിരത്നം തന്നെ പറഞ്ഞില്ലേ, ഞാൻ ജിജോ പെന്നൂസ് എന്ന് പറയുന്ന ഒരു സംവിധായകൻ സിനിമ ചെയ്താൽ പിന്നെ നമ്മളൊന്നും ചെയ്യേണ്ട എന്ന് കാര്യമില്ല എന്നുള്ളതാണ്. അത്തരത്തിൽ ഒരു ലെജൻഡാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹത്തിന് ഒട്ടും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ചിന്തകളോ അങ്ങനെയൊന്നും ഇല്ല. അത് വേറെ ലെവലിൽ ജീവിക്കുന്നൊരു മനുഷ്യൻ. സാറ് ഇത്രയും സിനിമകൾ, ഇപ്പോൾ സാറിൻ്റെ സിനിമകൾ എടുക്കുമ്പോൾ എനിക്ക് തോന്നാറുള്ളത്, ഏത് റൈറ്റർ വരുന്നോ അവരുടെ ഇപ്പോൾ ഒരു ജോണർ എന്ന് പറഞ്ഞ പോലെ തളച്ചിടുന്നില്ല, പക്ഷെ അതിൻ്റെ ബെസ്റ്റ് കൊടുക്കുക എന്നുള്ളതുണ്ട്. ഒരു തിരക്കഥ സ്വന്തമായിട്ട് എഴുതി ചെയ്യണം എന്ന് തോന്നിയിരുന്നില്ല അപ്പോഴൊന്നും? ഞാൻ വന്നത് എഴുതാൻ വേണ്ടിയിട്ടാണ്, എഴുത്തിൽ ഡിസ്കഷൻ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ വിളിക്കുന്നത്. പക്ഷേ ഞാൻ പഠിക്കുമ്പോഴൊക്കെ ഞാൻ എഴുതുമായിരുന്നു. എഴുതാന്ന് വെച്ചാൽ ഞാൻ ഷോർട്ട് സ്റ്റോറീസൊക്കെ എഴുതും, ഷോർട്ട് ഫിലിംസിൻ്റെ സ്ക്രിപ്റ്റ് എഴുതും, പോയംസ് എഴുതുമായിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ഇതല്ല എൻ്റെ ഏരിയ, എൻ്റെ സ്ട്രെങ്ത് ഇവിടെയല്ല. എനിക്ക് ആൾക്കാരോട് എഴുതി പറഞ്ഞ് ഫലിപ്പിക്കുന്നതിനേക്കാൾ എനിക്ക് ആൾക്കാർക്ക് കാണിച്ച്, അത് വളരെ തോൽക്കും. സിനിമയിലൊക്കെ വരുന്നതിന് മുമ്പ് എൻ്റെ തോന്നൽ അങ്ങനെ വന്നത്, എനിക്ക് ആൾക്കാരെ കാണിച്ചു കൊടുക്കാം. എൻ്റെ മനസ്സിലുള്ളത് ഒരു ദൃശ്യമായിട്ട് അവരുടെ മുമ്പിൽ എനിക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. അത് എഴുതി അവരെ ബോധ്യപ്പെടുത്താൻ എനിക്ക് പറ്റത്തില്ല എന്നൊരു തോന്നലുണ്ടായിരുന്നു. അത് പല പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ട്. സ്ക്രിപ്റ്റ് എഴുതാനല്ല, കഥ എഴുതുമ്പോൾ പോലും. എനിക്ക് പലരും പറയും നല്ല ഭാഷയാണല്ലോ എഴുതിക്കൂടെ എന്നൊക്കെ. ഞാൻ ചില കുറിപ്പുകളൊക്കെ എഴുതുമ്പോൾ, പക്ഷേ അതെനിക്ക് പറ്റുന്നില്ല. അതൊരു ബ്ലോക്കുണ്ട്. ഇപ്പോൾ എൻ്റെ ഭാര്യ ചോദിക്കുന്നു, നിങ്ങൾ ഇത്രയും നന്നായിട്ട് എഴുതിക്കൂടെ? ഞാൻ എഴുതുന്ന ചില നോട്ട്സൊക്കെ വീട്ടിൽ ഇദ്ദേഹം എടുത്ത് വായിക്കും. അപ്പോൾ പറയും എഴുതിക്കൂടെ? ഞാൻ പറഞ്ഞു അത് എഴുതുന്നതും സ്ക്രിപ്റ്റ് എഴുതുന്നതും വ്യത്യസ്തമാണ്. അപ്പോൾ അതൊരു പ്രത്യേക എനിക്ക് അവരോടൊക്കെ വലിയ ബഹുമാനമാണ്. കാരണം എനിക്ക് പറ്റാത്ത പണി ചെയ്യുന്ന എല്ലാവരോടും എനിക്ക് വലിയ ബഹുമാനമാണ്. കാരണം എഴുത്തുകാർ, പാട്ടുകാർ, അതൊക്കെ നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങളാണ്. അത് നന്നായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവരത് ചെയ്യട്ടെ. മണിച്ചിത്രത്താഴ് സാർ കുറച്ച് ഷൂട്ട് ചെയ്തിട്ടില്ലേ? കുറച്ച്. അതേത് പോർഷനായിരുന്നു? അത് ഒരു പാട്ട്, മറ്റൊരു പാട്ടില്ലേ ഈ പഴം തമിഴ് പാട്ടുകഴിയും, അത് മുഴുവനും ഒന്നുമല്ല, കുറച്ച് പോർഷൻ. കുറേയൊക്കെ അവർ ഈ തൃപ്പൂണിത്തുറ പാലസിലും കുറച്ച് പോർഷനൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ തക്കലയിൽ വന്നപ്പം അത് ഫാസിലിൻ്റെ നിർബന്ധമായതുകൊണ്ടാണ്. കാരണം ഫാസിലിൻ്റെ കൂടെ ജോലി ചെയ്തവരെല്ലാവരും അതിനകത്തുണ്ട് ആളുകൾ. അദ്ദേഹത്തിൻ്റെ സംബന്ധിച്ചുള്ളത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട പ്രോജക്റ്റാണ്. എൻ്റെ സ്ക്രിപ്റ്റൊക്കെ എന്നെ വളരെ നേരത്തെ മുഴുവൻ ഇത് വായിച്ച് കേൾപ്പിച്ചു. അതിനു മുമ്പൊന്നും അങ്ങനെയൊന്നും ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയ ശേഷം അങ്ങനെയൊന്നും ഇൻവോൾവ് ആയിട്ടില്ല. അപ്പോൾ അത് മുഴുവൻ വായിച്ച് കേൾപ്പിച്ചു. അപ്പം ആ സമയത്ത് അദ്ദേഹം നിങ്ങളെല്ലാവരും വരണം. പ്രിയൻ ആക്ച്വലി ഫാസിലിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടില്ല, പക്ഷെ പ്രിയൻ ഫാസിലിൻ്റെ ഒരു ശിഷ്യനാണെന്ന് സ്വയം ഒരു ചിന്തയിലാണ് നിൽക്കുന്നത്. ഫാസിലുമായിട്ട് ഡിസ്കഷനൊക്കെ പോകാറുമുണ്ട്. അപ്പം സിദ്ദിഖും ലാലും ഉണ്ട്, പ്രിയനും വരും, സിബിയും കൂടെ വേണം എന്നൊക്കെ പറയും. ആ സമയത്ത് ഞാൻ ചെങ്കോലിൻ്റെ ഷൂട്ടിങ്ങാണ്, എനിക്ക് ചെങ്കോലിൻ്റെ ഷൂട്ടും തിരക്കുമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവരെല്ലാം പോയി ഷൂട്ട് ചെയ്തു. ഞാൻ ട്രിവാൻഡ്രത്തുണ്ട്, തക്കലയിലാണ് ഷൂട്ട് ചെയ്തത്. സിദ്ദിഖ് ലാലും പിന്നെ കൂടുതൽ പുള്ളിയുടെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. സിദ്ദിഖ് ലാലും മോസ്റ്റ് ഓഫ് ദ ടൈം അവിടെ ഉണ്ട്. അവർ കുറേ പോർഷൻ ചെയ്തു. പ്രിയനും പോയി കുറച്ച് പോർഷൻ ചെയ്തു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ സിബിയുടെ പോർഷൻ ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുക വരുന്നത്. അപ്പോൾ എനിക്ക് അവസാനം ചെന്നപ്പം തീർന്നു പോയി, കുറച്ചൊക്കെ കിട്ടിയുള്ളൂ. അത് കുറച്ചൊക്കെ ഷൂട്ട് ചെയ്തു. ശോഭനയും മറ്റേ സുരേഷുമായിട്ടുള്ള ആ പാട്ടിൻ്റെ കുറച്ച് പോർഷൻസ്, പിന്നെ ലാലും സുധീഷുമായിട്ട് ഇങ്ങനെ ആ ഒരു സ്ഥലം അന്വേഷിച്ച് സൈക്കിളിൽ പോകുന്ന അങ്ങനെ കുറച്ച് പോർഷൻസ് 2-3 ദിവസം ഞാൻ ഷൂട്ട് ചെയ്തോളൂ. എൻ്റെ പാർട്ടാകുക എന്നുള്ളതായിരുന്നു ഫാസിലിൻ്റെ ആഗ്രഹം. ഇനി ഭാവിയിലുള്ള പ്രോജക്റ്റുകൾ ഇങ്ങനെ ഞാൻ കേട്ടു അവിടുന്ന് ഇവിടുന്നൊക്കെ, സീരീസിൻ്റെ കാര്യങ്ങളും സിനിമയുടെ കാര്യങ്ങളൊക്കെ, എന്താണ് ഒരു ക്ലൈൻ? സീരീസാണ്. ഒരു വർഷമായിട്ട് ഒരു സീരീസിൻ്റെ പുറകിലാണ്. എഴുത്ത് കഴിഞ്ഞു. അതിൻ്റെ ഒരു ഫൈനൽ ബഡ്ജറ്റിംഗ് ഏരിയയിലെ ഡിസ്കഷൻസ് നടക്കുകയാണ്. അതൊരു വലിയ പ്രോജക്റ്റാണ്. ഒരു
8 എപ്പിസോഡ്, ഒരു 6 hours വരുന്ന വലിയ പീരിയഡ് സാധനമാണ്. 6 hours വരും അല്ലേ? 45 minutes-ൻ്റെ 8 എപ്പിസോഡുകളാണ്. ഓ അതൊരു വലിയ പ്രോജക്റ്റാണ്. അപ്പോൾ പീരിയഡാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ. എഴുതുന്നത് ഹേമന്ത് കുമാർ. ഓക്കെ. അതാണ് ഇപ്പോൾ ചെയ്ത് ഇനി എൻ്റെ ഷൂട്ടിലേക്കും എൻ്റെ ഫൈനൽ ഡിസ്കഷനിലേക്ക് പോകേണ്ട ആ സ്റ്റേജിൽ നിൽക്കുന്നു. അത് സിനിമകൾ 2-3 ഇങ്ങനെ എഴുതി കഴിഞ്ഞതുണ്ട്. അതൊന്നും ഒരു പ്രോജക്റ്റിലേക്ക് എത്തുന്ന ഘട്ടങ്ങളാണ് പല ഡിസ്കഷൻസ് നടക്കുന്നത് ആക്ടേഴ്സുമായിട്ടുമൊക്കെ. അങ്ങനെയുള്ള ചില വലിയ അത്ഭുതങ്ങൾ, വലിയ പ്രോജക്റ്റുകൾ ഈ വർഷം സംഭവിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സംഭവിക്കട്ടെ. ഇപ്പം ദേവദൂതൻ നമ്മൾ റീമാസ്റ്റർ ചെയ്ത് കണ്ടു. അതുപോലെ സാറിന് വേറെ ഏതെങ്കിലും സിനിമ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ തോന്നാറുണ്ടോ? എനിക്ക് സതയം ആൾക്കാർ തിയേറ്ററിൽ അധികം കാണാത്ത സിനിമയാണ്. ഓക്കെ. ആ സിനിമ അത് ആൾക്കാർ കാണണമെന്നത് മോഹൻലാൽ എന്ന് പറയുന്ന ആക്ടറുടെ ബ്രില്യൻസ് എന്താണെന്നുള്ളത് ഇപ്പം തുടരും കണ്ടപ്പോഴും മോഹൻലാൽ എന്ത് ഗംഭീര അഭിനയം എന്നൊക്കെ അവർ പറയുന്ന ചർച്ചകളൊക്കെ കാണാറുണ്ട്. സതയായിട്ട് കമ്പാരിസനൊക്കെ വന്നല്ലോ ഏതോ ഷോട്ടൊക്കെ. അതെ. അപ്പോൾ അത് ഇപ്പം മമ്മൂട്ടിയുടെ തന്നെ ഏതോ ഒരു സിനിമ മമ്മൂട്ടി ഗംഭീരമായിട്ടുള്ളൊരു പെർഫോമൻസ് ചെയ്തപ്പോഴും, ഗംഭീരം എന്ന് പറഞ്ഞാൽ ഇവർ കാണുന്ന ഒരു ഗംഭീരതയുണ്ട്. അപ്പോൾ അവർ ചർച്ചയിൽ ഞാൻ കണ്ടിടാ പണ്ട് തനിയാവർത്തനം എന്നൊരു സിനിമ വന്നിട്ട് അതിനകത്ത് പുള്ളി ഇത് തന്നെയാണ് ഫുൾ ടൈം എന്ന് പറയും എന്നൊക്കെ പറയുന്ന പണ്ട് അത്തരത്തിൽ ഉള്ള അങ്ങനെ ആ കുട്ടികളും ആ തലമുറ ഇവരുടെ ഈ ബ്രില്യൻ സാധനങ്ങളൊന്നും അവർ അവിടെയുള്ള ചില റീൽസൊക്കെ കാണുന്നതല്ലാതെ ഇതൊരു തിയേറ്റർ വാച്ച് ആൾക്കാർ കാണും. ഇപ്പോൾ ദേവദൂതൻ എന്തുകൊണ്ടാണ് അത്രയും സക്സസ്ഫുൾ ആയതെന്ന് വെച്ചാൽ അത് തിയേറ്ററിൽ ആൾക്കാർ കണ്ടിട്ടില്ല, പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടുപോയവരാണ്. പക്ഷേ ഒരു തിയേറ്ററിൽ കാണേണ്ട ഒരു മോഹൻലാലിൻ്റെ പെർഫോമറെ കാണാൻ വേണ്ടിയിട്ടാണ് അത് കാണുന്നത്. അത് തിയേറ്ററിൽ കാണണമെന്നുണ്ട്. അത് രണ്ടാമത് ദശരഥമാണ്. ദശരഥവും ആൾക്കാർ തിയേറ്ററിൽ വാച്ച് ചെയ്യണം. അന്നും തിയേറ്ററിൽ അത്രയധികം ഓടാത്ത. അതുകൊണ്ട് തന്നെയാണ് ഈ 2 സിനിമകൾ ഒരിക്കൽ കൂടി ഒരു തിയേറ്റർ വാച്ച് എക്സ്പീരിയൻസിലേക്ക് ആൾക്കാർ കൊണ്ടുവരണം. ഇതൊക്കെ അവർ അവിടെ ഇവിടെയൊക്കെ കാണുന്നുണ്ട്, പക്ഷേ അതിൻ്റെ ഒരു പൂർണ്ണതയിൽ അതൊരു കാണണമെന്നുള്ള ആഗ്രഹമുണ്ട്. അത് രണ്ടിൻ്റെയും. അതുകൂടാതെ കിരീടത്തിൻ്റെ കാര്യം ഓൾറെഡി മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ മറ്റു 2 സിനിമയും വരുന്നുണ്ട്. കിരീടമാണ് ആദ്യം. ഈ ദിവസങ്ങളുണ്ടായ ചർച്ചയാണ് കിരീടത്തിൻ്റെയും സതയത്തിൻ്റെയും റൈറ്റ്സ് 7 Arts വിജയകുമാറിൻ്റെ കയ്യിലാണ്. അദ്ദേഹമാണ് സതയത്തിൻ്റെ പ്രൊഡ്യൂസർ, മറ്റതും അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് റൈറ്റ്സ്. അതിൻ്റെ പ്രിൻസ് ഉണ്ട്. അപ്പോൾ അത് ഇവിടെയുണ്ട്, പൂനെയിലുണ്ട്, ആർക്കൈവ്സിലുണ്ട്. അപ്പോൾ അത് രണ്ടും അങ്ങനെ മൂവ് ചെയ്യുന്നു. ദശരഥത്തിൻ്റെ പ്രൊഡ്യൂസറും അങ്ങനെ ഒരു ആലോചനയുമായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. അതും സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ സമ്മർ ഇൻ ബദ്രഹം കൂടി. ഇത് 4 ഇപ്പോൾ അങ്ങനെ ഒരു സാധ്യതയുമായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട നിർമ്മാതാക്കൾ മുന്നോട്ട് പോകുന്നു. സമ്മർബന്ധം ഇറങ്ങിയ സമയത്ത് സെക്കൻഡ് പാർട്ട് ഉണ്ടാവുന്ന എല്ലാവരും ഇങ്ങനെ പറയായിരുന്നു, പൂച്ച കൊണ്ടുവരുന്ന പെൺകുട്ടിയായിട്ട് വീണ്ടും വരുന്നത്. അങ്ങനത്തെ ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ? ഇടയ്ക്ക് അങ്ങനെ ഒരു ആലോചന രഞ്ജിത്ത് മുന്നോട്ട് വെച്ചായിരുന്നു. അപ്പോൾ അത് പക്ഷേ ഇവരാരും ഇല്ലല്ലോ, വലുതായി എല്ലാവരും കുറേ വലുതായി. അവർ ആ പിള്ളേരൊക്കെ വലുതായി, അവരുടെയും പിള്ളേരാണ്. ഇവർ ഈ 4 പേരെയൊക്കെ എന്തുമാത്രം അതിനകത്ത് സ്പേസ് ഉണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ അതിന് മുകളിൽ നിൽക്കുന്നൊരു കഥയുണ്ടാവണ്ടേ, അതാണ് ചലഞ്ച്. ഞാൻ കേട്ടിട്ടുണ്ട് കമൽഹാസൻ്റെ ഒരു പടത്തിൽ നിന്ന് സാർ പിന്മാറിയിട്ടുണ്ടത്, ഗുണ എന്ന് പറഞ്ഞ സിനിമ. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഉണ്ട്. എന്തായിരുന്നു അത്? ഈ കമൽഹാസൻ എൻ്റെ അടുത്തേക്ക് വരുന്നത്, അദ്ദേഹം ഞാൻ ഈ കിരീടം കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് അദ്ദേഹം എന്നെ വിളിക്കുന്നു. അന്നും ലാൻഡ് ഫോണുകളാണല്ലോ. ഞാൻ എടുക്കുമ്പോഴത്തേക്ക് ഞാൻ കമൽഹാസനാണ്, രാജ്കമൽ എന്നാണ് വിളിക്കുന്നത്. എന്നിട്ട് ഞാൻ നിങ്ങളുടെ തനിയാവർത്തനം കണ്ടു, കിരീടം കണ്ടു, നമുക്കൊരു സിനിമ ചെയ്യണമെന്നുണ്ട്, വരാൻ പറഞ്ഞു. ഞാനങ്ങനെ രാജ്കമലിൻ്റെ ഓഫീസിൽ ചെല്ലുന്നു. സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മാനേജരായ ഡി എൻ സുബ്രഹ്മണ്യം, DNS എന്നാണ് പറയുന്നത്, DNSന് വേണ്ടി കൊടുത്തൊരു ഡേറ്റാണ്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് കഥ അന്വേഷിക്കുന്നത്. ആ കൂട്ടത്തിലാണ് എൻ്റെ പേര് എന്ത് പറഞ്ഞെങ്കിൽ നമുക്ക് തനിയാവർത്തനം തമിഴിൽ ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു വെൽ ആൻഡ് ഗുഡ്. കാരണം മലയാളത്തേക്കാൾ കൂടുതൽ അത് വർക്ക് ചെയ്യാൻ പോകുന്നത് തമിഴ്നാട്ടിലായിരിക്കും. കാരണം അവർക്ക് അങ്ങനെ ഒരുപാട് സൂപ്പർസ്റ്റിഷൻസ് ഉണ്ട്, നമ്മളെക്കാളും കൂടുതലുണ്ട്. അപ്പോൾ അതവിടെ വർക്കാവും, നമുക്ക് ചെയ്യാമെന്ന് പറയും. DNS കേട്ടോണ്ട് അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ DNS പുറത്തേക്ക് എന്നാൽ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ ധാരണയായി. പുറത്തേക്ക് വന്നപ്പോഴത്തേക്കും DNS സാർ അത് ரொம்ப ക്ലാസ് പടം സാർ, പുള്ളിയായിട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട്, ഇതാണ് ചെയ്യാൻ പോകണം, ரொம்ப ക്ലാസ് പടം സാർ, എനിക്കൊരു ഡേറ്റ് കിടച്ചത്, അത് എനിക്ക് ഒരു കൊമേഴ്ഷ്യൽ പടം ചെയ്തു തരണം. അപ്പോൾ ഞാൻ കമലിൻ്റെ അടുത്ത് പറഞ്ഞു DNSന് ഇങ്ങനെ ഒരു കൺസേൺ ഉണ്ട്,
ആണോ, എന്നാൽ പിന്നെ വേറെ നമുക്ക് ആലോചിക്കാം. പുള്ളി DNSനെ ഒന്ന് കൺവിൻസ് ചെയ്യാനോ കഴിയുന്നത്. DNSന് പെട്ടിയിൽ കാശ് വീഴുന്നൊരു പടം തന്നെ മതി എന്നുള്ളതാണ്. അപ്പം ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ വേറെ പടങ്ങളും ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് കിട്ടുന്ന ഗ്യാപ്പിൽ പുള്ളിയുടെ ഡിസ്കഷൻ നീണ്ടു പോകും. ആ പുള്ളിയുടെ ഓഫീസിൽ രാവിലെ വൈകുന്നേരം വരെ അവിടെ ഇരുന്ന് പുള്ളി ഉണ്ടാവും. അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് പുള്ളി പറഞ്ഞു അങ്ങനെയാണ് വേറൊരു കഥ. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് ഞാൻ തനിയാവർത്തനം ചെയ്യാൻ ആഗ്രഹിച്ചതിൻ്റെ കാരണം അതിൻ്റെ അകത്ത് എക്സെൻട്രിസിറ്റിയും കാര്യങ്ങളൊക്കെ, എനിക്ക് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു കഥ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴത്തേക്കാണ് പുള്ളി തന്നെ ഒരു കഥ, ബാലകുമാരൻ എന്ന് പറഞ്ഞ റൈറ്ററുണ്ട് അവിടെ, അദ്ദേഹത്തെ വിളിച്ചു വരുത്തി. ഇവിടുന്ന് ഞാൻ സാബ് ജോണേയും കൂടെ എത്തിച്ച് എനിക്കൊരു എൻ്റെ ഭാഗത്തു നിന്ന് ഒരാളിരിക്കട്ടെ നമ്മൾ സംസാരിക്കാറൊക്കെ ആയിട്ട്. അങ്ങനെ സാബ് ജോൺ ചാണക്യൻ ചെയ്തുകൊണ്ട് കമലുമായിട്ടൊരു റാപ്പുണ്ട്. അങ്ങനെ ഒരു കഥ ഉണ്ടായി വന്നു. അതൊരു കുക്ക്ഡ് സ്റ്റോറിയാണ്. ഗുണ ഉണ്ടാക്കി വന്നതാണ്. ഞാനതിൻ്റെ ചില ഘട്ടങ്ങളിൽ എനിക്കതിനകത്ത് ഇരിക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോഴത്തേക്കും എനിക്ക് ഓരോ പടങ്ങളും ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ചെയ്യല്ലേ. അങ്ങനെ ഭരതം ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇത് കുറേ ഞാനൊരു 2-3 മാസം പല ഘട്ടങ്ങളായിട്ട് പുള്ളിയോട് ഇരുന്നാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾ എഴുതി തീരും, അപ്പോഴത്തേക്കും എനിക്ക് ഈ കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്, അത് തീർത്തിട്ട് വരാം. ഞാൻ ഭരതത്തിൻ്റെ ഒരു അവസാന ഘട്ടമായപ്പോൾ പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു വേറെ ആർ ഐ എം വെയിറ്റിംഗ് ഫോർ യു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഷൂട്ടിലാണ്. അപ്പം പുള്ളി ഒരു മേക്കപ്പ് ടെസ്റ്റ് പോലെ ഒരു സംഭവമൊക്കെ വെച്ചു, അവിടെ വരണം, ഇന്ന ദിവസം ഒരു മേക്കപ്പ് ടെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അതേ പർട്ടിക്കുലർ ഡേറ്റിൽ ഭരതത്തിൻ്റെ പാട്ട് കാഞ്ചീപുരത്തെ ഷൂട്ട് ചെയ്യണം. അപ്പോൾ എൻ്റെ വിചാരം മേക്കപ്പ് ടെസ്റ്റ് എന്ന് പറയുന്നത് മേക്കപ്പ് ആകാൻ വരും, പുള്ളി മേക്കപ്പ് ഇട്ട് കുറേ സ്റ്റില്ലെടുക്കും, അത് ഞാൻ പിന്നെ പോയി കണ്ടാൽ മതി എന്നാണ് എൻ്റെ വിചാരം. അവിടുത്തെ രീതി അതല്ലായിരുന്നു. അന്ന് വിത്ത് ഫുൾ ക്യാമറ വെച്ച് ഡയറക്ടറൊക്കെ നിന്ന് ഷൂട്ട് ചെയ്യുന്നതാണ് അവിടുത്തെ പണി. അത് അവിടുത്തെ രീതി അങ്ങനെയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ എനിക്ക് എന്നാലും പോകാൻ പറ്റത്തില്ല, കാരണം ഉർവശിയുടെ ഡേറ്റ് അവിടെ വെച്ചിട്ട് അന്ന് ഷൂട്ട് ചെയ്ത് തീർത്തിട്ട് വേണം. പടം ഇതേപോലെ റിലീസ് ഡേറ്റ് ഫിക്സ് ചെയ്തതാണ്. എന്തായാലും ഞാൻ കാഞ്ചീപുരത്ത് പോയിട്ട് തിരിച്ച് നേരെ രാത്രിയിൽ ഇദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിൽ വന്നപ്പോഴത്തേക്ക് പുള്ളി പിണങ്ങി, ഡയറക്ടർ വന്നില്ല, എങ്ങനെയാണ് എന്നൊക്കെ പറ്റേ. അപ്പം എനിക്കും പിന്നെ മലയാളത്തിൽ നിന്ന് ചില സീനിയർ ഡയറക്ടേഴ്സൊക്കെ പറഞ്ഞു അത് നിനക്ക് വർക്കാകത്തില്ല, കാരണം നമ്മൾ അത് ബുദ്ധിമുട്ടുണ്ടാവും നിൽക്കണം. വേറെ ഒന്നുമല്ല, പുള്ളി ഒരുപാട് ഇൻ്റർഫിയർ ചെയ്യുമ്പോൾ അത് നമ്മുടെ രീതിയല്ല, അങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല നിനക്കെന്ന് എനിക്കറിയാം എന്ന് ഒരു സീനിയർ ഡയറക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം എനിക്കും തോന്നി അതാണ് നല്ലത്. അങ്ങനെ അത്. അപ്പോൾ ആദ്യ സാർ പറഞ്ഞത് ബെസ്റ്റ് ഈസ് യെറ്റ് ടു കം എന്ന് പറഞ്ഞ പോലെ ഇനി നല്ല സിനിമകൾ ചെയ്യാൻ പറ്റട്ടെ. താങ്ക് യു സോ മച്ച് സാർ. സാറിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ കുറേ കഥകളുണ്ട്, കുറേ സിനിമകളുണ്ടല്ലോ, അതുകൊണ്ട് ഇങ്ങനെ നീണ്ടു പോകും. താങ്ക് യു. താങ്ക് യു.